ലാലേട്ടൻ എന്തോ അനുമോളെ ഭയങ്കര ഇഷ്ടമാണ് എന്നെനിക്ക് തോന്നിയ ഒരു എപ്പിസോഡായിരുന്നു ഇന്നലത്തത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അനുമോളെ കുറിച്ച് ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും അനുമോളുടെ PR ആണോ ശരിക്കും പറഞ്ഞാൽ അനുമോളുടെ PR ഒന്നും അല്ല. അനുമോളാണ് അവിടുത്തെ ഒരു സ്ത്രീകളിൽ അനുമോള്, ആദില, നൂറ ഇവരെ എനിക്കിഷ്ടമാണ്. ബിന്നിയെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ബിന്നി ഇപ്പൊ ഈ ഒരു ആഴ്ച എനിക്ക് തോന്നുന്നു ബിന്നിക്ക് സെൽഫായിട്ട് താൻ എവിക്റ്റ് ആകാൻ പോവുകയാണെന്നൊരു തോന്നൽ വന്നു എന്ന് തോന്നുന്നു. ഈ ഒരാഴ്ച മുഴുവൻ ബിന്നിക്ക് ആ ഒരു മനസ്സിൽ ഇങ്ങനെ, കാരണം വെച്ചാൽ ഇത്തവണ ബിന്നി തുടങ്ങിയതേ ആ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിൽ 16 ലക്ഷത്തിന്റെ PR അനുമോൾ കൊടുത്തു എന്ന ഒരു വാക്ക് അവിടെ പറഞ്ഞപ്പോഴത്തേക്കും ബിന്നിക്ക് അത് പറഞ്ഞതിന് ശേഷം ബിന്നിക്ക് അതിനകത്ത് കുറേ പ്രശ്നമുണ്ട്. ബിന്നി കുറച്ചധികം ലോ ആണ്. ഈ ആഴ്ച ബിന്നി എന്തായാലും എവിക്റ്റ് ആയി എന്നൊക്കെ പലരും പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല. പക്ഷേ ബിന്നി എവിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ ബിന്നി ഈ ആഴ്ച ലോ ആയിരുന്നു കേട്ടോ. പക്ഷെ ബിന്നി അടിപൊളിയായിരുന്നു. നല്ല നിലപാടുണ്ട്, നല്ല കോൺഫിഡൻസ് ഉള്ള നല്ലൊരു ക്യാരക്ടറാണ്. ബിന്നിയുടെ ആറ്റിറ്റ്യൂഡും റിയൽ പേഴ്സണാലിറ്റിയും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു സീസണിൽ വന്നിട്ട് ബിന്നിയെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ബാക്കി ആദില, നൂറ, അനുമോള് ഇവർ 3 പേരും ഒരുപാട് കോണ്ടന്റ് കൊടുക്കുന്നവരാണ്. ഭയങ്കര ചില്ലാണ്, കൂളാണ്. അപ്പൊ നമുക്ക് അനുമോളുടെ PR-നെ കുറിച്ച് ലാലേട്ടൻ എന്ത് ചോദിക്കും എന്നൊരു കാര്യം എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമോ എന്ന്. ശരിക്കും പറഞ്ഞാൽ 16 ലക്ഷത്തിനൊക്കെ PR കൊടുത്തിട്ടുണ്ടോ അനുമോളെ എന്നാണ് ലാലേട്ടൻ ചോദിച്ചത്. അത്രയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ശരിക്കും പറയാണ്, അനുമോളെ നീ അത് തിരിച്ചു വരുമ്പോൾ കൊടുക്കരുത്. അനുമോളിന് വേണ്ടിയിട്ട് PR ചെയ്തിട്ടുള്ളവരൊക്കെ സാധാരണ ആൾക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അനുമോളിന് PR ഏറ്റെടുത്ത് 16 ലക്ഷമൊക്കെ വാങ്ങിക്കാൻ കാത്തിരിക്കുന്നവർ അധികമൊന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയത്തില്ല, എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻസ്റ്റയിലൊക്കെ എടുക്കുമ്പം അനുമോളുടെ വളരെ ജെന്യുവൻ ആയിട്ടുള്ള കുറേ ക്ലിപ്സുകളൊക്കെ ഈ പറയുന്ന ഹോട്ട്സ്റ്റാറിൽ നിന്ന് വരുന്നതൊക്കെ എടുത്തിട്ടാണ് ആൾക്കാർ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ PR എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഹോട്ട്സ്റ്റാറിൽ വോട്ട് മറിക്കലാണോ PR എന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ അനുമോളിന്റെ ഒരു CID എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പിൽ. ഞാൻ അതിനകത്ത് ഇടയ്ക്കൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങ് ലെഫ്റ്റ് അടിച്ച് പോയി. കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് അവർ ഏത് നേരവും ഈ അനുമോളെ മാത്രം ബൂസ്റ്റ് ചെയ്യുന്നത് കാണുമ്പോഴേ നമ്മൾ അതിനകത്ത് ഇൻഫ്ലുവൻസ്ഡ് ആവും. ഈ റിവ്യൂ ചെയ്യുന്ന ഒരു പാർട്ടിൽ വരുമ്പോൾ ഈ ഗ്രൂപ്പുകളിൽ കയറാം, കുഴപ്പമില്ല. പക്ഷേ ഓവറായിട്ട് അവരെ മാത്രം ബൂസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആയി പോകും, നമ്മൾ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് ഞാനത് ചെയ്യില്ല. പിന്നെ അനീഷിന്റെ ഒക്കെ ആണെങ്കിലും ഗ്രൂപ്പൊക്കെ എന്ന് പറയുമ്പോൾ അവർ മിക്സ്ഡ് ആണ്. അനീഷിന്റെ ഒരു ഗ്രൂപ്പിനകത്താണ് ഞാൻ ഇപ്പം ഉണ്ടായിരുന്നത്. അതിനകത്തൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് അനീഷിനെ മാത്രം പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവ് പറയും. അനുമോളുടെ ആ ഒരു CID സംതിങ് എന്തോ ഗ്രൂപ്പിനകത്ത്, അത് പക്ഷെ PR ഗ്രൂപ്പ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. PR ഗ്രൂപ്പ് ആണോ അനുമോളിന്റെ ഫാൻസും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുടെ എന്തോ ഗ്രൂപ്പാണോ എന്തോ എനിക്ക് അറിയത്തില്ല. ഇതിനകത്ത് അനുമോളിനെ കുറിച്ച് നല്ലത് മാത്രമേ അവർ പറയാൻ പാടുള്ളൂ എന്ന് എടുത്തെടുത്ത് പറയും. അതിനെനിക്ക് വലിയ താല്പര്യമില്ല. നല്ലത് മാത്രമല്ലല്ലോ, ഒരു വ്യക്തിയുടെ നെഗറ്റീവ്സിനെ കുറിച്ചും ചർച്ച ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ഈ മെയിനായിട്ടും ഇൻസ്റ്റഗ്രാമിൽ അനുമോളുടെ വീഡിയോസ് ഒക്കെ വരുമ്പോൾ അനുമോള് അവിടെ ഈ പറയുന്ന ബിഗ് ബോസിന് കോണ്ടന്റ് കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണല്ലോ ഇത് കട്ട് ചെയ്തവർക്ക് റീലാക്കാൻ പറ്റുന്നത്. അപ്പൊ അത് അനുമോളുടെ എഫേർട്ടാണ്. അനുമോളുടെ ആ എഫേർട്ടിനെ ഒന്ന് പ്രദർശിപ്പിക്കുന്നു എന്നേ എനിക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. PR അവിടെ എന്ത് പണിയെടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. നീ ഹോട്ട്സ്റ്റാറിൽ വല്ല വോട്ട് മറിയും നടക്കുന്നുണ്ടെങ്കിൽ അറിയില്ല, അത് ചിലപ്പോൾ PR-ന്റെ പണിയായിരിക്കും. അത് PR അവിടെ പണി എടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും 16 ലക്ഷം ഒന്നും അനുമോളെ നീ കൊടുക്കരുത്, ദയവേത് കൊടുക്കരുത്. അപ്പൊ ലാലേട്ടൻ ഇന്നലെ വന്നിട്ട് അത് ചോദിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അനുമോളിനെ പോലെ സത്യസന്ധമായിട്ടുള്ള ഒരു വ്യക്തി ഈ സീസണിൽ വേറെ ഉണ്ടായിട്ടില്ല. പിന്നെ അക്ബർ ഒന്ന് എടുത്ത് ചോദിച്ചപ്പോൾ അക്ബർ പറയുന്നുണ്ട് PR ഒക്കെ ഉണ്ട് ലാലേട്ടാ, കുറച്ചൊക്കെ എന്നുവെച്ചാൽ ഒരു 20,000 രൂപയോ 30,000 രൂപയൊക്കെ കൊടുത്തോ, അല്ലെങ്കിൽ കൂടിപ്പോയാൽ 1 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് നിങ്ങൾ PR കൊടുത്തോളൂ. 1 ലക്ഷം രൂപയ്ക്കൊക്കെ PR എന്തോ ചെയ്യുന്നേ? വീഡിയോസ് ചെയ്യാനാണെങ്കിൽ PR-ന്റെ ആവശ്യമില്ല. അതൊരു ഏതെങ്കിലും 2 പിള്ളേരെ ഏൽപ്പിച്ചാൽ മതി. ആ പിള്ളേർക്ക് ചായ കുടിക്കാനുള്ളത് മീൻസ് നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ നല്ല കഴിവുള്ള പ്രീമിയർ പ്രോയിലൊക്കെയാണ് എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല. അനുമോളിന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്ത് ഞാൻ കാണുന്നതൊന്നും പ്രീമിയർ പ്രോ, അതായത് മീൻസ് ഒറിജിനൽ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ടൊന്നും അല്ല. വെറുതെ ഇൻഷോട്ടിനകത്തോ അല്ലെങ്കിൽ ക്യാൻവയ്ക്കകത്തൊക്കെ ചെയ്യുന്നവർ കാണുമായിരിക്കുമല്ലോ. അങ്ങനെ PR കൊടുത്ത് വീഡിയോ ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്തായാലും പോകെ ഈ ഒരു മലയാളം സീസണിൽ തന്നെ എന്താണ് PR എന്നൊക്കെ നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും. ഈ പബ്ലിക് റിലേഷൻ എന്നാണ് കേട്ടോ PR എന്ന് പറയുന്നത്. PR എന്ന് പറയുന്നത് ഒരാളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീം എന്ന് തന്നെയാണ്. അതിപ്പം ഹോസ്പിറ്റൽസിലുണ്ട്, കുറേ പേർക്ക് അറിയത്തില്ല എന്താണ് PR എന്നുള്ളത് അറിയത്തില്ല. അതൊരു വ്യക്തിക്ക് മാത്രമല്ല, ഇതൊരു പേഴ്സണലായിട്ട് പ്രൊമോഷൻ കൊടുക്കുന്നതാണ്. വളരെയധികം നല്ല കാശ് കിട്ടുന്ന ഒരു പ്രൊഫഷനാണ് PR എന്ന് പറയുന്നത്. PRO എന്നൊക്കെ പറയും നമുക്ക്. അത് സർക്കാർ ജോലി
PR ആയിട്ടുണ്ട്, PR-ന്റെ സർക്കാരുമുണ്ട്. അതായത് സർക്കാരിന്റെ ഇപ്പം ഓരോ വ്യക്തികൾക്ക് അവിടെ മന്ത്രിമാർക്കൊക്കെ PR-കൾ കാണും, ഒരു സ്ഥാപനത്തിന് കാണും, ഹോസ്പിറ്റൽസിന് കാണും, വലിയ കോർപ്പറേറ്റ് ഓഫീസുകളിൽ കാണും. എന്ന് വെച്ചാൽ ആ പറയുന്ന സ്ഥാപനത്തിന്റെ അകത്തും പുറത്തുമുള്ള അത് ഓഡിയൻസുമായിട്ടൊരു ഇന്ററാക്ഷൻ കറക്റ്റായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അവരുടെ സ്ഥാപനത്തെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഉള്ള ഒരു പ്രൊഫഷനാണ്. ഇനി ആർക്കെങ്കിലും PR-നെ കുറിച്ചൊക്കെ അറിഞ്ഞ് ആ പ്രൊഫഷനിലൊക്കെ കയറാൻ താല്പര്യമുണ്ടെങ്കിൽ ഏറ്റവും നല്ല സാലറി കിട്ടുന്ന നല്ലൊരു ജോലിയാണ് PR എന്ന് പറയുന്നത്. ഓക്കെ, അഡ്വർടൈസ്മെന്റ് ആൻഡ് PR എന്ന് പറയുന്നത് ഒരു ഒറ്റ പേപ്പറായിട്ട് നമുക്ക് ജേർണലിസം പഠിക്കുന്നവർക്കൊക്കെ പഠിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അനീഷിനൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഏതായാലും അനുമോളോട് ലാലേട്ടൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, അനുമോളെ നീ എന്തിനാ കുഞ്ഞെ ഇതൊക്കെ ഇവിടെ വന്ന് വിളിച്ച് പറയുന്നേ, എനിക്കത് ഇഷ്ടപ്പെട്ട്. ഇതൊക്കെ ആരെങ്കിലും തുറന്നു പറയുമോ? ഇതൊക്കെ ഒളിപ്പിച്ച് വെച്ചൂടെ? ഇതൊക്കെ ഇങ്ങനെ പറയാമോ? ഇത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നതെന്നൊക്കെ പറയാമോ? സൂപ്പർ എന്ന് വെച്ചാൽ ലാലേട്ടൻ ഏറ്റവും നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു. ശരിക്കും അനുമോൾ എത്ര ലക്ഷത്തിന് കൊടുത്തോട്ടെ, ഒരു കാര്യമുണ്ട്, അനുമോളാണ് ഈ ഒരു സീസണിൽ ഏറ്റവും വലിയൊരു സെലിബ്രിറ്റി ആയിട്ട് വന്നിട്ടുള്ളത്. ബാക്കി ഇപ്പം അപ്പാനി ശരത്ത് വന്നിട്ടുണ്ടെങ്കിലും അപ്പാനി ശരത്ത് ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, കുറച്ച് ഫെയിം ഉണ്ട് എങ്കിൽ കൂടിയും അപ്പാനി ഒന്നും ഒരുപാട് പേർക്ക് അറിയില്ല. എപ്പോഴായാലും ശരി ഓർക്കുക, ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ നിന്നുള്ളവർക്കേ ഈ ബിഗ് ബോസ് പോലത്തുള്ള ഷോയിൽ കൂടുതൽ ഒരു സ്പേസ് കിട്ടത്തുള്ളൂ. കാരണം TV ഷോ എന്ന് പറയുമ്പം TV ഓഡിയൻസ് ഉണ്ട്, ആ ഒരു സീരിയൽ ഓഡിയൻസ് ആയിക്കോട്ടെ, ടെലിവിഷൻ ഓഡിയൻസ് ഉണ്ട്. അവരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഡെയിലി കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അനുമോളായിരുന്നു ഇതിനകത്ത് ഈ ഒരു സീസണിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റി അനുമോളാണ്. അപ്പൊ അനുമോൾ ഇപ്പൊ സെൽഫായിട്ട് താൻ വലിയ സംഭവമായിട്ടൊക്കെ വന്നിട്ട് തോറ്റു പോയാലോ, അതൊരു തോന്നലാണല്ലോ. അങ്ങനെ തോറ്റു പോയാലും ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകും ആ ഒരു വ്യക്തിയുടെ ഇൻഡസ്ട്രിയിൽ. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു 50-50 ചാൻസാ, ഒന്നുകിൽ രക്ഷപ്പെടും അല്ലെങ്കിൽ മൊത്തത്തിൽ പെട്ടുപോകും. അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പം മസ്താനിയുടെയൊക്കെ അവസ്ഥ ഭയങ്കര മോശമാണ്. മസ്താനി ഒന്നും ഇനി ആരും ഒന്നും പറയല്ലേ, അവർക്കൊക്കെ ജീവിക്കണ്ടേ, ഇതൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ അവരിതെല്ലാം വേഷം കെട്ടി വരുന്നത്. പിന്നെ നമ്മളിട്ട് ഉപദ്രവിക്കുന്നതൊക്കെ തെറ്റാണ് കേട്ടോ. കമന്റ്സിലൊക്കെ ഞാൻ മസ്താനിയുടെയൊക്കെ റീൽ കാണുമ്പോൾ എനിക്ക് പാവം തോന്നും. പുള്ളിക്കാരി എന്തോ ആയിക്കോട്ടെ, അത് അവരുടെ പ്രൊഫഷനിൽ അവർക്ക് പറ്റുന്ന ഓരോ മണ്ടത്തരങ്ങളും മിസ്റ്റേക്സും അതൊക്കെ അവർ തിരുത്തി പൊക്കോളും, നമ്മളായിട്ട് ആരെയും തിരുത്തണ്ട. ഓക്കെ, എന്തായാലും ശരി, അനുമോളോട് ലാലേട്ടൻ ചോദിച്ച ആ ഒരു ചോദ്യം, പിന്നെ അനുമോൾ പറയുന്നൊരു കാര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ഇന്നലെ ലാലേട്ടൻ്റെ അടുത്താണ് അനുമോൾ ആ കാര്യം പറഞ്ഞത്. അപ്പാനി പോയ സമയത്ത് അനുമോളും ബിന്നിയും തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതായത് 16 ലക്ഷം രൂപയ്ക്കും 20 ലക്ഷം രൂപയ്ക്കും ഒക്കെ പലരും തന്നെ വന്ന് സമീപിച്ചു എന്ന ഒരു കാര്യം, അങ്ങനെ ഒരു ഇൻഫോർമേഷൻ അനുമോള് ബിന്നി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനെ ബിന്നി കേട്ടത് മാത്രം വെച്ച് ബിന്നി ഉണ്ടാക്കിയ ഒരു കഥ മാത്രമായിട്ടാണ് എനിക്ക് ഇന്നലെ കേട്ടപ്പോൾ തോന്നിയത്. പക്ഷേ അനുമോൾ നല്ലൊരു സ്ട്രോങ് ഒരു എമൗണ്ടിന് തന്നെയാണ് PR കൊടുത്തിട്ടുള്ളത്. അനുമോളെന്നല്ല, അവിടെ ഉള്ള എല്ലാവരും. ഈവൻ ആര്യന് PR ഉണ്ട്, പക്ഷെ ആര്യൻ്റെ തന്നെ ഫ്രണ്ട്സും അപ്പൊ ആര്യൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, ഒരു ഫീമെയിൽ ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരി, ഞാൻ പേര് ഞാൻ ഓർക്കുന്നില്ല, ആ പുള്ളിക്കാരി ആര്യനെ കുറിച്ച് എല്ലാ വീക്കിലും പറയും. അക്ബറിന്റെ ഏറ്റവും വലിയ PR എന്ന് പറയുന്നത് അക്ബറിന്റെ വൈഫാണ്. എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലെയും എല്ലാ കാര്യങ്ങളും അക്ബറിന്റെ വൈഫ് നന്നായിട്ട് സംസാരിച്ച് വീഡിയോ ഇടാറുണ്ട്. സോ ഏറ്റവും നല്ല PR അക്ബറിന് കിട്ടുന്നത് വൈഫിന്റെ കയ്യിൽ നിന്നാണ്. അതേപോലെ അവിടെയുള്ള എല്ലാവർക്കും PR ഉണ്ട്, പക്ഷേ ഒരു ലൈറ്റ് ആയിട്ടാണ്. എന്തായാലും ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഈ സീസണിൽ വന്നു പോയിട്ടുള്ളതിൽ ഓൾമോസ്റ്റ് എല്ലാവരും മറ്റ് സീസണെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സീസണിൽ എല്ലാവരും വെറും പാവങ്ങളാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം അവർ സൊസൈറ്റിയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, LGBTQ കമ്മ്യൂണിറ്റീനെയൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, കുറേ അധികം പ്രോഗ്രസീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത്. പിന്നെ ഈ തന്തയ്ക്ക് വിളിയും തള്ളയ്ക്ക് വിളിയും ചീത്ത വിളിയും എല്ലാ സീസണിലും ഉണ്ട്. ഈ സീസണിലും നല്ലതുപോലെ നമുക്ക് കേൾക്കാമായിരുന്നു. പക്ഷെ അവരൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അക്ബറിനും ഒരു ചീത്ത വാക്ക് പോലും അവിടെ പറയുന്നത് ഞാൻ കേൾക്കാറില്ല. അക്ബറൊക്കെ ആണെങ്കിൽ ചില സിറ്റുവേഷനിൽ ആ ഒരു ബീൻ ബാഗിൽ ഇങ്ങനെ ഇരുന്ന് എല്ലാവരെയും ഇങ്ങനെ നോക്കുന്നത് കാണാം. ശരിക്കും എനിക്ക് അക്ബറിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നല്ല രസമാണ്. അക്ബറിന്റെ പാട്ടായിക്കോട്ടെ, ആ അപ്പാനിയൊക്കെ പോയതിനു ശേഷം അക്ബർ കുറെ കൂടെ അടിപൊളിയായി. എന്തായാലും കുറെ അധികം വിന്നിങ് മെറ്റീരിയൽസ് ഉണ്ടായി വരുന്നുണ്ട് എന്നൊരു തോന്നലുണ്ട്. ഓഫ് കോഴ്സ് ഇപ്പം അനീഷ്, അനുമോള്, അക്ബർ ഇവരൊക്കെ കയറി വരും, ഇവരൊക്കെ എന്തായാലും ടോപ്പിൽ വരും, ഉറപ്പാണ്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കുറച്ചധികം മാറിപ്പോയി എന്നൊരു സംശയമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഞാൻ എന്തായാലും ഇത് ഡിലീറ്റ് ചെയ്തിട്ട് വേറൊരു വീഡിയോ എടുത്താൽ പണി കിട്ടും, കാരണം ഞാൻ കുറേ പറഞ്ഞു പോയി തോന്നല്ലേ. അപ്പോൾ നിങ്ങളത് മൊത്തം കേൾക്കും, എനിക്ക് വേറൊന്നും പറയാനില്ല. ഏതായാലും ശരി, ഇന്നത്തെ എപ്പിസോഡും നമുക്ക് അടിപൊളിയാവട്ടെ. അതുപോലെ തന്നെ പ്രൊമോ വീഡിയോസ് ഒക്കെ വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുവരാം. എല്ലാ ദിവസവും വീഡിയോ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങൾ ആരെങ്കിലും ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സീരിയൽ ഗ്രാൻഡ്മ ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.